എല്ലാവർക്കും ഐറിഷ് ഡയറിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കൊറോണ കാരണം എംബ്രോ ട്രാവൽസ് മുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇത്തവണത്തെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റേക്കേഷനാക്കി എടുത്തിരിക്കുകയാണ്. ഡൊണിഗാൽ കൗണ്ടിയിലേക്കും നോർത്തേൺ അയർലൻഡിലേക്കുമാണ് ഇത്തവണത്തെ എൻ്റെ യാത്ര. ഓഗസ്റ്റ് ലോങ് വീക്കെൻഡിലെ 3 days ട്രിപ്പിൻ്റെ സ്നാപ്ഷോട്ട് വീഡിയോസാണ് നിങ്ങളീ കാണുന്നത്. 3 days ട്രിപ്പ് എന്ന് പറഞ്ഞാലും ഇത് ആക്ച്വലി 2 days ഉള്ളൂ. ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ ഡബ്ലിനിൽ നിന്ന് ഡൊണിഗാലിലേക്ക് അറൗണ്ട് 4 hours ഉണ്ട്. സോ അതുകൊണ്ട് ചെന്ന് എയർബിഎൻബിയിൽ കിടന്നുറങ്ങാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ശനിയാഴ്ച മോർണിംഗ് തൊട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങിയത്. ഈ കാണുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് തുടങ്ങാം. സാറ്റർഡേ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് ആ കാണുന്ന മൗണ്ട് എറിഗൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ഡൊണിഗാൽ കൗണ്ടിയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ടൻ ആണ് മൗണ്ട് എറിഗൽ. ആ കാർ പാർക്കിലെ തിരക്ക് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ മാത്രമല്ല അയർലൻഡിലെ എല്ലാവരും മൗണ്ട് എറിഗൽ കയറാൻ തീരുമാനിച്ചത് അന്നാണെന്ന്. വാക്കിംഗ് ട്രയൽ തുടങ്ങിയ ഉടനെ തന്നെ ആളുകൾ പല വഴി വരുന്നതും പോകുന്നതും കാണാമായിരുന്നു. അധികം താമസിയാതെ തന്നെ അതിൻ്റെ കാരണവും നമുക്ക് കാണാൻ പറ്റും. മുന്നോട്ട് പോകുന്നതോറും കംപ്ലീറ്റ്ലി വെറ്റ് ട്രാക്കായിരുന്നു. ഒരു നാച്ചുറൽ ബോഗ്ലാൻഡിലൂടെ നടക്കുന്ന ഒരു ഫീല്. കാല് ഓരോ തവണ വെക്കുന്നതോറും നമ്മൾ ചെളിയിൽ മുങ്ങി പോകുമായിരുന്നു. ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തവണ ഞാൻ ഹൈക്കിംഗ് ബൂട്ട്സ് വാങ്ങിയിട്ടാണ് പോയത്. സാധാരണ മൗണ്ടെയ്ൻസിലെ ട്രഡീഷണൽ അപ്രോച്ചായ ഒരു വുഡി ലാൻഡോ ഫോറസ്റ്റ് ഏരിയ ഈ മൗണ്ടെയിൻ വോക്കിനുണ്ടായിരുന്നില്ല. ചെളിയിൽ മുങ്ങിയിട്ടുള്ള ആദ്യത്തെ 30 മിനിറ്റ് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിൽ മാർക്കിംഗ് പോലും ഇതിൽ കാണാൻ പറ്റൂ. ആ ഒരു ബോഗ്ലാൻഡ് കഴിഞ്ഞാൽ ബി പ്രിപ്പയർഡ് ഫോർ എ ഗുഡ് സ്റ്റഡി ക്ലൈംബ് ടു ദ ടോപ്പ്. വൺ സൈഡ് 4.2 kilometer ഉള്ള ഈ ക്ലൈംബിൽ ആദ്യത്തെ 30 minutes കഴിഞ്ഞാൽ പിന്നെയുള്ള 1.5 hours കംപ്ലീറ്റ്ലി ഹാർഡ് സ്റ്റോൺസിലൂടെയുള്ള വോക്കാണ്. ലാസ്റ്റ് ഹൈക്ക് പോലെയല്ല, ഇത് ആക്ച്വലി ഒരു ഷോർട്ട് ഹൈക്കായിരുന്നു, ബട്ട് സ്റ്റീപ്പ് ഇൻക്ലൈൻ ആയിരുന്നു. സോ ടേക്ക് ആസ് മച്ച് ആസ് ബ്രേക്ക് യു വോണ്ട്. വീഡിയോസ് എടുക്കാനുള്ള എക്സ്ക്യൂസ് ഞാൻ ആ ത്രൂ ഔട്ട് ക്ലൈംബിൽ പലതവണ എടുത്തു. മൗണ്ടെയിൻ വാലിയും ഓഷ്യനുമുള്ള ആ ഒരു വ്യൂ ഈ ഒരു ഹൈക്കിൽ ഭയങ്കര വെൽ വർത്തായിരുന്നു. എറിഗൽ മൗണ്ടെയിൻ്റെ സമ്മിറ്റ് എത്താറായപ്പം അവിടെ കുറേ പേര് റോക്ക് കെയറൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഉണ്ടാക്കി വരണം. ഇല്ലോളം വൈകിയെങ്കിലും വെതർ പ്രഡിക്ഷനിൽ പറഞ്ഞ മഴ കറക്റ്റായിട്ട് ഞങ്ങൾ സമ്മിറ്റ് എത്തിയത് വന്ന് മേഘം വന്ന് ഞങ്ങളുടെ വ്യൂ മുഴുവൻ കളഞ്ഞു. വ്യൂസ് പോയതുകൊണ്ട് ആസ് യൂഷ്വൽ മൗണ്ടെയിൻ കയറിയാൽ എടുക്കാൻ പറ്റുന്ന ഒരു പിക്ചർ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ക്ലൈംബിംഗ് ഡൗൺ തുടങ്ങി. വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും കംപ്ലീറ്റ്ലി റോക്സ് ആയതുകൊണ്ടും ഞങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് മേഘങ്ങളെല്ലാം മാറി വ്യൂ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. എൻ്റെ സ്ഥിരം പിക്ചർ എടുക്കാനേ ഞാൻ മറന്നില്ല. 2464 feet അഥവാ 751 meter ആണ് മൗണ്ട് എറിഗലിൻ്റെ ഹയസ്റ്റ് പീക്ക്. അവിടെ നിന്നിട്ടുള്ള വ്യൂ ആയത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ കല്ലും മണ്ണും നിറഞ്ഞ ദുർഘടമായ വഴിയായിരുന്നു. പലരും കല്ലിൽ തട്ടി വീഴുന്നതും തെന്നി വീഴുന്നതും ഒക്കെ കണ്ടാണ് ഞാൻ കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഇറക്കം ഞാൻ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് ചെയ്തത്. കയറി വരുമ്പോൾ ആദ്യത്തെ ചെറിയ സമ്മറ്റിൽ ഒരു റൗണ്ട് ഫോർമേഷനിൽ റോക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ദ കീ ഹോൾ എന്നാണ്. അങ്ങോട്ട് പോയപ്പോൾ തിരക്കായതുകൊണ്ട് എടുക്കാൻ ഞാൻ. ക്ലൈംബിംഗ് അപ്പ് ഞങ്ങൾ 3 hours ക്ലൈംബിംഗ് ഡൗൺ ഞങ്ങൾ 1.5 hours എടുത്തത്. ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ടുള്ളവർക്ക് ഓൾ ടുഗെദർ ഒരു 3.5 hours തീർക്കാവുന്നതേ ഉള്ളൂ. റോക്സിലൂടെയുള്ള നടത്തം കുറച്ച് കെയർഫുൾ ആക്കി ഞങ്ങൾ നടന്ന് ആ ഒരു ബോഗ്ലാൻഡ് എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തെന്നി വീഴാതെ നോക്കിയാൽ മാത്രം മതി. ബൂട്ട്സിൻ്റെ കൂടുതലും ഗുണം ഞാൻ അറിഞ്ഞത് ഈ ഒരു മഡി ലാൻഡിലൂടെ നടന്നപ്പോഴാണ്. നല്ല ചെളിയായതിട്ടും ഒരു തുള്ളി പോലും വെള്ളം എൻ്റെ ബൂട്ട്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ റിവർ കണ്ടപ്പോൾ ഒരു സമാധാനമായി. കാരണം കാർ പാർക്കിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു ഈ റിവർ. ഇത് ക്രോസ് ചെയ്ത ഉടനെ നമുക്ക് കാർ പാർക്ക് കാണാം. കാർ പാർക്കിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഞ്ചൊക്കെ ഇട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെന്ന് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് കംപ്ലീറ്റ് വ്യൂ ഒക്കെ എടുത്ത് മൗണ്ട് എറിഗലിൻ്റെ വീഡിയോസും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങി. ഓൺ ദ വേ ബാക്ക് എൻ്റെ അടുത്ത പിറ്റ് സ്റ്റോപ്പ് ഗ്ലെൻവി നാഷണൽ പാർക്കായിരുന്നു. മൗണ്ട് എറിഗലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഗ്ലെൻവി നാഷണൽ പാർക്കിൻ്റെ ക്ലോസിംഗ് ടൈം ഈവനിങ് 5:15 ആണ്. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാതെ അവിടുത്തെ ഒരു എക്കോ വോക്ക് കുറച്ച് നടന്നിട്ട് തിരിച്ച് ഡൊണിഗൽ എയർബിഎൻബിയിലേക്ക് യാത്ര തിരിച്ചു.
ഓൺ ദ വേ ബാക്ക് ലെറ്റർകെനിയിൽ പുതിയതായി തുടങ്ങിയ ചിക്കിങ്ങിൽ കയറി ഞങ്ങളുടെ പോസ്റ്റ് വർക്കൗട്ട് ഫുഡും കഴിച്ച് സുഖമായി പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളുടെ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇങ്ക് ഐലൻഡ് ആയിരുന്നു. ഡൊണിഗാൽ കൗണ്ടിയിലെ ഒരു ചെറിയ ഐലൻഡായ ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ സ്വാൻസിന്റെ റിസർവോയർ ആയിട്ടാണ് പറയപ്പെടുന്നത്. ആ എക്കോ വോക്കിന് ശേഷം ഞങ്ങളുടെ അടുത്ത പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു, സീ ഫുഡ്. ലെറ്റർകെനിയിലെ യെല്ലോ പെപ്പർ റെസ്റ്റോറൻ്റ് ആണിത്. നല്ല ഫുഡായിരുന്നു. എൻ്റെ അടുത്ത പിറ്റ് സ്റ്റോപ്പ് നോർത്തേൺ അയർലൻഡിലെ ഡൺസെവറിക് വാട്ടർഫോൾസ് ആയിരുന്നു. ഇതൊരു ചെറിയ വാട്ടർഫോൾ ആണ്. ഇവിടുത്തെ ലോക്കൽസ് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മാത്രമല്ല ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വീടിൻ്റെ ബാക്ക് യാർഡ് കവർ ചെയ്ത് അവരുടെ മതിലൊക്കെ ചാടി വേണം വരാൻ. ഓഷ്യനും വേവ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ആ ഒരു വേവ്സ് ഒക്കെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ചെറുതായിരുന്നു, പിന്നെ കുറേശ്ശെ അതിൻ്റെ ശക്തി കൂടി വന്നു. ഒരു നല്ല വേവ് വന്നപ്പോൾ സിറ്റുവേഷൻ ഡേഞ്ചർ ആവാണ്ടിരിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ഒന്നും ചുറ്റിനൊന്നും ഒരാളും ഇല്ലായിരുന്നു. ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൺസെവറിക് കാസൽ. ഇത് കാണാനായിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. എൻ്റെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് അട്രാക്ഷൻ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ 1-2 അടുത്ത് നിർത്തി. അതിലൊന്നാണ് ഈ കാണുന്ന വൈക്കോൽ കൂട്ടം. ഇതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ഈ ഫാം അനിമൽസ്. എന്ത് ബ്രീഡാണെന്നൊന്നും അറിയില്ല, പക്ഷെ അവരെല്ലാവരും ആ ഒരു റോഡിൻ്റെ സൈഡിലേക്ക് അടുത്തേക്ക് വന്നു. ലാവിഷായിട്ട് പുല്ല് കിടക്കുന്നിടത്ത് ഞാനായിട്ടൊന്നും കഴിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പാണ് ഡാർക്ക് ഹെഡ്ജസ്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗെയിം ഓഫ് ത്രോൺസിലെ സീസൺ 2 എപ്പിസോഡ് 1 കിങ്സ് റോഡായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. 1775 ഈ റോഡിൻ്റെ എൻഡിൽ പണിത മാൻഷനിലേക്കുള്ള ഒരു പാത്ത് വേ ആയിട്ടാണ് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. ആഫ്റ്റർ 2 centuries ഓൾസോ ഇറ്റ്സ് സ്റ്റിൽ എ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇതോടുകൂടി എൻ്റെ സ്റ്റേക്കേഷൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ട്രിപ്പിലെടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം. I hope you all liked my video. If you did, give me a thumbs up. See you all in my next video. Stay safe. Bye.